എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉള്ളിവടയാണ്. അപ്പോൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്തും അതുപോലെ തന്നെ സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ വരുന്ന സമയത്തും ചായ ഉണ്ടാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസിയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സവാള വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെയെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇനി നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സവാളേനെ നടുവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരേ വലുപ്പത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ സവാളയും കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് നമ്മളൊരു ബൗളിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം. സവാള കൂടാതെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പീസ് ഇഞ്ചിയാണ്. ഞാനിത് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 4 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവൊക്കെ ഓരോരുത്തർ അവരവരുടെ എരിവിനനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. വലിയ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവാളയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അങ്ങനെ എല്ലാം പൊടിയായിട്ട് തന്നെയാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ പൊടിയുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായൊന്ന് കൈ വെച്ചാണ് തിരുമ്മി യോജിപ്പിക്കേണ്ടത്. സവാളയൊക്കെ നന്നായി സോഫ്റ്റ് ആവുന്ന രീതിയിൽ എല്ലാം അടർന്ന് വരുന്ന രീതിയിലാണ് നമുക്കിത് തിരുമ്മിയെടുക്കേണ്ടത്. അങ്ങനെ ഉപ്പും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നായി മിക്സായി വരണം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു വട കുഴച്ചെടുക്കുന്നത്. ഈ രീതിയിൽ അടർന്ന് നമ്മുടെ സവാളയൊക്കെ വിട്ട് തന്നെ കിടപ്പുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെയാണ് നമ്മളിത് തിരുമ്മി യോജിപ്പിക്കേണ്ടത്. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ പാത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഉള്ളിൽ നിന്നൊക്കെ വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് കടലമാവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കോട്ടിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിലേക്ക് പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് ചേർക്കുന്നത് മൈദപ്പൊടിയാണ്. ഇതും ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഉള്ളിവടയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. മൈദയും കടലമാവും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ നല്ല രീതിയിൽ എല്ലാ ഉള്ളിയുടെ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഇങ്ങനെ ഉരുട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിവടയുടെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചൂടായ എണ്ണയിലേക്ക് ഇനി ഇടേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. സൈഡുകളെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എങ്കിലാണ് ആ സവാളയൊക്കെ കറക്റ്റായിട്ട് ആ വിട്ടുപോരാത്ത രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ പരത്തിയെടുത്തപ്പോൾ 8 വടയാണ് എനിക്ക് 3 സവാള കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയത്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കുറച്ച് ഭാഗം ഇട്ട് നോക്കാം.
ഇതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിനി ഓരോ വടയും ഫ്രൈ ചെയ്തെടുക്കാം. അതിനത് ഒരു സൈഡ് നന്നായി ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാവുന്നതാണ്. ഇതുപോലെ മറ്റുള്ളതും ഗോൾഡൻ കളറാകുമ്പോഴാണ് തിരിച്ചിടേണ്ടത്. അങ്ങനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ എന്തുണ്ടാക്കണമെന്ന് കരുതിയിരിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ഈ ചേരുവകൾ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വരുന്ന സമയത്തും അടുക്കളയിൽ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ ഇനി വൈകുന്നേരങ്ങളിൽ സ്കൂളിട്ട് കുട്ടികൾ വരുന്ന സമയത്തോ അതല്ലെങ്കിൽ നല്ല മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഈ ഉള്ളിവട. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. രണ്ടാമത്തെ ട്രിപ്പും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉള്ളിവട കിട്ടിയിരിക്കുന്നത്.